അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ചേർക്കാനുള്ള പൊടികളൊക്കെ എടുക്കാമേ. അതിന് ഞാൻ എടുക്കുന്നത് മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ വേണേ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല ഒരു 2 ടേബിൾ സ്പൂണ്, ചിക്കൻ മസാല 2 ടേബിൾ സ്പൂണ്. എനിക്ക് ഒരു അളവുണ്ട്, ഒരു കൈയളവ് പാകമുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. നിങ്ങൾ ടേബിൾ സ്പൂണിൽ തന്നെ അളന്നെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ നമ്മൾ പൊടികളായിട്ട് എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടിയും ഇതിൻ്റെ കൂട്ടത്തിൽ വേണം. മല്ലിപ്പൊടി ഞാൻ വളരെ കുറച്ചേ ചേർക്കാറുള്ളൂ. ഇങ്ങനൊരു സ്പൂണിൽ ഒരു 1.5 സ്പൂൺ എടുത്താൽ മതിയാകുമേ. ഓക്കെ, ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ചട്ടി വയ്ക്കാവേ. നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി വയ്ക്കാവേ. ചട്ടി ചൂടായിട്ടുണ്ടേ. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാമേ. അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കടുക് ഇടണേ. കടുക് നമ്മുടെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് സ്പൈസസ് ഇടാവേ. അതൊന്ന് പൊട്ടുമ്പോഴത്തേന് നമുക്ക് തേങ്ങ കൊത്തി ചേർക്കാമേ. തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരണേ. ഈ തേങ്ങാക്കൊത്തൊക്കെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമേ. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളകും ചേർത്തിളക്കാമേ. ഇനി സവോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. അതാകുമ്പോൾ പെട്ടെന്ന് വഴന്ന് വരുവേ. നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം വേണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ചട്ടിയുടെ അടിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കും. പിന്നെ ഉള്ളിയും കൂടെ പെട്ടെന്ന് വഴാണ്ട് ആയി വരും. അത് കാരണം നമുക്ക് ഉള്ളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നതിന് ശേഷം മാത്രം പൊടിവകൾ ചേർത്താൽ മതിയാവും. എന്നിട്ട് മൂപ്പിച്ചിട്ടാണ് ബാക്കി നമ്മൾ ചെയ്യുന്നത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തക്കാളിക്കയും കൂടെ നമുക്ക് ചേർക്കാവേ. കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി അത് നന്നായിട്ട് പച്ചമരം മാറുന്നത് വരെ നമുക്ക് ഇളക്കാം. നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റും തക്കാളി കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് വഴണ്ട് പച്ചമണം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിവകകളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിവകകളൊക്കെ ചേർത്ത് ഇളക്കാമേ. ഇത് നന്നായിട്ട് വഴണ്ട് എണ്ണ തെളിയുമ്പോൾ വേണം ബാക്കി ചിക്കൻ ഇട്ട് കൊടുത്ത് നമുക്ക് വേവിക്കാനായിട്ട്. നമ്മുടെ പൊടിവകളൊക്കെ നന്നായിട്ട്
പച്ചമണം മാറി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 2 കിലോ ചിക്കനുണ്ട്. ഞാൻ മുളക് പൊടിയൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിയുടെ അനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ബാക്കിയുള്ള സ്പൈസസൊക്കെ അത്ര ചേർത്താൽ മതിയാവും. ഗരം മസാല വളരെ കുറച്ചാണ് ചേർത്തത്. കാരണം ആദ്യം നമ്മൾ ഓൾ സ്പൈസസ് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി യമ്മി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നമുക്ക് നമ്മുടെ ചിക്കൻ നമ്മളിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അതിന് ഒന്നും ചെയ്യണ്ട. ഇനി കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് അതിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്പോൾ അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് നമുക്കത് വറ്റുന്നിടം വരെ വെയിറ്റ് ചെയ്യാവേ. ചിക്കൻ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റൊക്കെ മതിയാവും. കറി കുറുകി വരാനായിട്ട് കുറച്ച് സമയം കൂടെ എടുക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നമുക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചിക്കൻ നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിൽ ചിക്കൻ്റെ വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമേ. അതുവരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം. വളരെ ശ്രദ്ധയോടുകൂടിയാണ് ചിക്കൻ ഇത് കട്ട് ചെയ്ത്. ചിക്കൻ കറിയിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുവാണ്. ഒരു 1/4 ടീസ്പൂൺ 1.25 കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ട് വളരെ ശ്രദ്ധിച്ച് ചിക്കൻ ഇളക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകുമേ. അത് കാരണം വളരെ ശ്രദ്ധയോടുകൂടി വേണം ചിക്കൻ ഇളക്കി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ചാറ് നന്നായി കുറുകി വരുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാണ്. എന്നിട്ട് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ കൂടി ഇടാവേ. ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് നോക്കാം. ഉപ്പും എരിവും പാകമാണോ നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വറുത്ത് ചേർത്താൽ മതിയാവും. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ആറുമ്പോഴത്തേനും നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ചിക്കൻ, ചപ്പാത്തി, ചോറ്, കപ്പ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണേ.